ഒരു ചരിത്ര വിജയമാണ് UDF നേടിയിട്ടുള്ളത്. എനിക്ക് ഒപ്പമുള്ളത് VM സുധീരനാണ്. ഒരു ചരിത്ര വിജയം, ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന, പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിലപ്പുറമുള്ള നല്ലൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. ഏതാണ്ട് 40-41 നിയോജകമണ്ഡലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് പോയിരുന്നു. യാത്രക്കിടയിൽ അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന യാത്രയിൽ കാണുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മറ്റ് സുഹൃത്തുക്കൾ, യാത്രക്കിടയിൽ കാണുന്നവർ, അവരൊക്കെ ഏക സ്വരത്തിൽ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായൊരു വികാരമാണ് പ്രതിഫലിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വലിയ തരംഗം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു പതനം എങ്ങനെ CPM നേതൃത്വത്തിലുള്ള മുന്നണിക്കുണ്ടായി എന്നത് അവർ വളരെ ഗൗരവത്തോടുകൂടി സത്യസന്ധമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ്. സാധാരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രതികൂലമാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും, തെറ്റുകൾ തിരുത്തുമെന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒരു വെറും പറച്ചിലിന് പ്രസക്തിയില്ല. മറിച്ച് സത്യസന്ധമായി എന്തുകൊണ്ട് CPM-ന് ഇത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പരമ്പരാഗതമായി UDF-ന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാത്രമല്ല, കാലങ്ങളായി LDF-ന്, പ്രത്യേകിച്ചും CPM-നോട് ആഭിമുഖ്യം പുലർത്തി മുന്നോട്ട് പോകുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും അനുഭാവികളായ ജനങ്ങളും ഈ തവണ പരിപൂർണമായി CPM-നെ കൈവിട്ടു. CPM നേതൃത്വത്തിലുള്ള മുന്നണിയെ കൈവിട്ടു. കാരണം അവർക്കും മടുത്തിരിക്കുന്നു. കാരണം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ രാഷ്ട്രീയമായി നമുക്ക് വിയോജിപ്പ് പറയാമെങ്കിലും നമുക്ക് ആ നേതാക്കളോടൊക്കെ ഒരു ആദരവുണ്ട്. കാരണം ത്യാഗനിർഭരമായ ആ പഴയകാല നേതാക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടാൻ ഇടവന്ന സന്ദർഭങ്ങളൊക്കെ ഇന്നും മറക്കാനാവാത്ത അനുഭവങ്ങളായി ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ആ ഒരു നിലയിൽ നിന്നും വ്യത്യസ്തമായി സ്ഥാപിത താല്പര്യങ്ങളുടെ മുതലാളിത്തത്തിൻ്റെ വക്താക്കളായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറുക, അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുക, പാർട്ടിക്കകത്തും അഴിമതി, പാർട്ടിക്ക് പുറത്തും അഴിമതി ചെയ്യുക, അതിനെ ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുക, അഴിമതി ചെയ്യുന്നവർക്ക് പരിരക്ഷ, ചോദ്യം ചെയ്യുന്നവർക്ക് താക്കീത്, അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടി. അല്ല, അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെ വിജയം, തളിപ്പറമ്പിലെ ഗോവിന്ദൻ്റെ വിജയം, അതുപോലെ നമ്മുടെ അമ്പലപ്പുഴയിലെ G. സുധാകരൻ്റെ വിജയം, ഇതൊക്കെ CPM നേതൃത്വത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അവർ യഥാർത്ഥത്തിൽ സംഭവിച്ച തെറ്റുകൾക്ക്, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾക്ക്, തെറ്റുകൾക്ക് പരസ്യമായി സ്വന്തം മണികളോട്, കേരളത്തിലെ പുരോഗമന ചിന്താഗതിയുള്ള ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് അവർ തയ്യാറായേ മതിയാകൂ. അല്ലെങ്കിൽ കേരളത്തിൽ ബംഗാളിലെ CPM-ൻ്റെ അവസ്ഥ തന്നെ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM-ൻ്റെയും അതുപോലെ തന്നെ LDF-ൻ്റെയും പതനത്തോടൊപ്പം BJP 3 സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിൽ. അതൊരു എങ്ങനെയാണ് കാണുന്നത്? ഗുരുതര സാഹചര്യമല്ലേ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണ് തുറന്ന് തന്നെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അതേക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശക്തികൾക്ക് കേരളത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അതിനുള്ള കരുതൽ സ്വീകരിച്ചുകൊണ്ട് വേണം ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകാൻ.
കോൺഗ്രസിന് ഈ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധയോടുകൂടിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസ് ഇപ്പോൾ 10 വർഷം ഭരണത്തിന് പുറത്ത് നിന്നിട്ടാണ് കേരളത്തിലേക്ക് അതിശക്തമായി തന്നെ തിരിച്ചു വരുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയിൽ ഒരു വ്യക്തത കുറവുണ്ടായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. അല്ല, അതേക്കുറിച്ച് നമ്മളൊരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ്സിനൊരു പതിവ് രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. കൃത്യമായി ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കും. കോൺഗ്രസ്സിനൊരു നല്ല മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അധികാരം വരുന്ന അവസരത്തിൽ പല തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളും അതുപോലെ തന്നെ പല ശക്തികളും അവരുടെയൊക്കെ സ്ഥിരം ശൈലിയുണ്ട്. എങ്ങനെ വന്നാലും ഭരിക്കുന്ന കക്ഷിയെ, അധികാരത്തിലുള്ളവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അങ്ങനെ തൻകാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക, അങ്ങനെ ഒരു ശൈലി അവർക്കുണ്ട്. ആ തരത്തിലുള്ള ശക്തികളുടെ കെണിയിൽ വീഴാതിരിക്കുക എന്നുള്ളത് കൂടി കരുതലോടുകൂടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം അതേക്കുറിച്ച് കൃത്യം ബോധവാന്മാരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ പിണറായിക്ക് പറ്റിയ പാളിച്ച എന്താണ്? പിണറായിക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, മുൻകാലങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള ചുവടുമാറ്റം, തെറ്റായ രീതിയിലൂടെ പ്രവർത്തനം, കൺമുമ്പിൽ തെറ്റ് കണ്ടാലും അത് തിരുത്താൻ ശ്രമിക്കാതിരിക്കുക, അതിനെയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക, ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുക. അപ്പോൾ ആശാ സമരം പോലെയുള്ള സമരങ്ങളൊക്കെ എത്ര തെറ്റായ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് പറ്റിയ പാളിച്ച എവിടെയാണ്? ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, അവരൊക്കെ ഏത് കാലത്തും അധികാരത്തെ സ്വാധീനിച്ചുകൊണ്ട് തൻകാര്യം നേടാൻ ശ്രമിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി നോക്കിയാൽ നമുക്കറിയാം. ഒരു ഭാഗത്ത് അദ്ദേഹം BJPയെ പ്രീണിപ്പിക്കുന്നു, കേന്ദ്ര ഭരണകൂടത്തെ പ്രീണിപ്പിക്കുന്നു. മറുഭാഗത്ത് അദ്ദേഹം പിണറായിയെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. പിണറായിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. നാളെ ഏത് ഗവൺമെൻറ് വന്നാലും, ഇപ്പോൾ UDF വന്നാൽ UDFനെ അല്ലെങ്കിൽ വേറെ ഏത് ഗവൺമെൻറ് വന്നാലും അവരെയൊക്കെ സ്വാധീനിച്ച് തൻകാര്യം നേടുക എന്നുള്ള ആ രീതിയുമായി പോകുന്ന കുറേ ആളുകളുണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണം വെള്ളാപ്പള്ളി തന്നെയാണ്. ആ തരത്തിലുള്ള ആളുകളുടെ കെണിയിൽ വീണതാണ് വെള്ളാപ്പള്ളിക്ക് പറ്റിയ, അല്ല പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്. ആ തരത്തിലുള്ള ശക്തികളെ വളരെ കരുതലോടുകൂടി ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യുക. അതുപോലുള്ള ശക്തികൾ കാര്യസാധ്യത്തിന് വേണ്ടി, തൻകാര്യത്തിന് വേണ്ടി അധികാരത്തിലെത്തുന്ന കക്ഷികളെ, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ തരത്തിലുള്ള സ്ഥാപിത താല്പര്യക്കാരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായിക്കുണ്ടായ അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാലങ്ങളായി അനുകൂലിച്ചിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അവരെ കൈവിട്ടതിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള പിണറായിയുടെ CPMൻ്റെ ബാന്ധവമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിലവിൽ ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു ഫ്ലക്സ് പോരാട്ടം നടക്കുന്നുണ്ട്. 2 നേതാക്കളെ അല്ലെങ്കിൽ 3 നേതാക്കളെ അനുകൂലിച്ച് പലയിടങ്ങളിലും ഫ്ലക്സ് വരുന്നു. മറ്റൊരു നേതാവിൻ്റെ മുഖത്തെ ഫ്ലക്സിൽ കരിയോയിൽ വാരിത്തേക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്താണ് ഇതിനോട് പറയുന്നത്? എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്, ഈ മനോഹരമായ വിജയം, തിളക്കമാർന്ന വിജയം, ജനങ്ങൾ നൽകിയ വിജയം, ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ജനങ്ങൾ തിരഞ്ഞെടുത്ത വിജയം, എനിക്ക് തോന്നുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിലെ ജനങ്ങളാണ് ഈ തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി UDFന് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും മുകൾത്തട്ടിലുള്ളവരാകട്ടെ താഴെയുള്ള ആരെങ്കിലുമാകട്ടെ അവർ മുതിരരുത് എന്നാണ് എൻ്റെ വിനയപുരസരമായിട്ടുള്ള അഭ്യർത്ഥന. എന്തായാലും ഉടൻ തന്നെ
കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകും. ഈ ഒരു തിളക്കമാർന്ന വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി കൂടി പറയുന്നു. ഈ വിശ്വാസം കാത്തുകൊണ്ട് തന്നെ അവർ നൽകിയിട്ടുള്ള വിശ്വാസം അത് 10 മടങ്ങിയായി ഇരട്ടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.